ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും കൂടുതൽ അക്രമം ഉണ്ടാവുമെന്ന ഭയത്തിലാണ് പലരും ഉള്ളതെന്നും CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടന കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു. അവിടെ ജോലി ചെയ്യുന്ന 2 മലയാളി അച്ഛന്മാർ, ഒരു ഫാദർ മിജോ പാലക്കാരനാണ്, ഫാദർ ജോജോ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹവുമായിട്ട് ഇന്ന് രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു. തൃശ്ശൂർക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ജോർജ് വൈദ്യക്കാരൻ. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഈ ഫാദർ ലിജോയും ഫാദർ ജോജോയും 2 സിസ്റ്റേഴ്സും പിന്നെ അവർക്കൊരു കാറ്റഗിസ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു കാറ്റഗിസ്റ്റ് അവർക്ക് മുമ്പ് ബൈക്കിന് ഈ ജാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ വികാരിയാണ് ലിജോ. അവിടേക്ക് അവിടുത്തെ പ്രൈവറ്റ് സർവീസിന് കുർബാനയ്ക്കൊക്കെയായിട്ട് പോവുകയാണ്. സാധാരണ ഒരു 5 മണിയോട് കൂടിയാണ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അവർ പാടത്തിൽ എത്തി കുറച്ച് വൈകിയതുകൊണ്ട് അവർ സ്വല്പം ഒരു 6 മണിയോട് കൂടിയാണ് അവരുടെ കർമ്മങ്ങളൊക്കെ 6 മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടുത്തെ ഇടവക്കാർ 5 പേരുടെ മരണാവശ്യത്തിനായിട്ട് കുർബാന ചെല്ലാനും പിന്നെ അവരുടെ ആ പള്ളി തുടങ്ങിയിട്ട് ജാലേശ്വർ എന്ന് പറഞ്ഞ ഇടവകയായിട്ട് 50 വർഷമായി. ആ 50 വർഷമായ പള്ളിയുടെ ഇടവകയുടെ ജൂബിലിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമില്ല, പഴയ ഒരു സ്ഥലമാണ്. അവിടുത്തെ ജൂബിലിയെ കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ അവരുടെ ആചാരമനുസരിച്ചുള്ള കുർബാനയും മറ്റു കർമ്മങ്ങളും സാധാരണ നിലയിൽ അവർ പറഞ്ഞ എന്നോട് ഇങ്ങനെയാണ്. ബിഷപ്പ് ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു, ഇന്നലെ ജോർജ് അച്ഛനെ സംസാരിച്ചു. അവർ പറയുന്നതനുസരിച്ച് അവിടുത്തെ ആചാരമനുസരിച്ച് പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയുണ്ട്, പിന്നെ അവർ കുറച്ച് അവരുടെ കൾച്ചറുകളുണ്ട്, പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വരാൻ വൈകിയതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി. നടപടിയെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടതായും ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.